അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക, ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്കും സബും ഷെയറൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കൂടെ തന്നെ ഹൈപ്പും ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ കുഞ്ഞ് റമദാൻ വിശേഷങ്ങളൊക്കെ ഒന്ന് കണ്ടോക്കിട്ടോ. അപ്പോൾ ഇത് നോമ്പ് തുടങ്ങിയിട്ട് രണ്ടാമത്തെ വീഡിയോ ആണ് ഞാൻ ഇടുന്നത്. അപ്പോൾ ഡെയിലി വീഡിയോ ഇടാറില്ല, ഇൻഷാ അല്ലാ ഇനി ഇടണം. അപ്പോൾ എന്തായാലും ഇന്ന് നമ്മൾക്കിപ്പോൾ നോമ്പ് തുറ വിഭവങ്ങൾ കടലക്കറി, അതുപോലെ തന്നെ ദോശയാണ് കേട്ടോ. ദോശ രാവിലെ നമ്മൾ അത്താഴത്തിന് എണീക്കുമല്ലോ, ആ സമയത്ത് അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അത് ഉച്ചയാകുമ്പോഴത്തേനും നല്ലോണം പൊന്തി നൊരയൊക്കെ വന്ന് സെറ്റായിക്കണം കേട്ടോ. പിന്നെ ഞാനതെടുത്ത് ഫ്രിഡ്ജിൽ വെക്കുക ചെയ്തത്. പിന്നെ പുറത്ത് വെച്ചാൽ പിന്നെ വൈകുന്നേരം ആകുമ്പോഴത്തേനും നല്ല പൊളി വരും. അങ്ങനെ ദോശമാവൊക്കെ ഞാൻ ഫ്രിഡ്ജിലെടുത്ത് വെച്ചതിന് ശേഷം കടല രാവിലെ തന്നെ കുതിർത്താൻ വെച്ചതായിരുന്നു. അപ്പോൾ ആദ്യം ഞാൻ കടല ഒന്ന് കഴുകി കുക്കറിലിട്ടതാ വെക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അതിലേക്ക് ഇടുന്നത് ഒരു കിഴങ്ങും 2 പച്ചമുളകും ഒരു ഉള്ളിയും ഒരു തക്കാളിയും പിന്നെ കുറച്ച് തേങ്ങ അരച്ച് ചേർക്കണം. സിമ്പിളായിട്ടുള്ളൊരു കടലക്കറി കേട്ടോ. ഒരുപാട് മസാലകളൊന്നും പൊടികളൊന്നും അധികം ചേർക്കാതെ സിമ്പിളായിട്ടുള്ളൊരു കടലക്കറി. അപ്പോൾ ഈ നോമ്പിന് നമുക്ക് കുറച്ച് എരിവും പുളിയൊക്കെ കുറക്കാവില്ലേ നല്ലത്. അധികം മസാലകളൊന്നും ചേർക്കാതെ നമ്മളിപ്പോൾ എന്തെങ്കിലും സ്നാക്സ് ഉണ്ടാക്കുകയാണെങ്കിലും അത് മസാല ഐറ്റംസ് ആയിട്ട് തന്നെയല്ലേ വരിക അല്ലേ. അപ്പോൾ എന്തായാലും ഇതാട്ടോ, ഉള്ളിയും തക്കാളി കിഴങ്ങും പച്ചമുളകും എല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ കടലൊന്ന് വെന്ത് കഴിഞ്ഞതിന് ശേഷം ഇതിട്ട് കൊടുക്കാറുള്ളൂ കേട്ടോ. വേറെ ഒന്നും ഉണ്ടല്ല, നമ്മൾ കടലേക്ക് ഈ തക്കാളിയുടെ പുളി വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ വേകാതെ ആവും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആദ്യം തന്നെ അത് ഇട്ട് കൊടുത്തില്ല. കടല ജസ്റ്റ് ഒന്ന് വേവിച്ചതിന് ശേഷം പിന്നെ നമ്മൾ പൊടികളും ഈ നമ്മൾ അരിഞ്ഞ് വെച്ച തക്കാളി അതൊക്കെ ചേർത്ത് കൊടുക്കാതെ എത്തിയിട്ടാട്ടോ. അപ്പോൾ ഇനി തേങ്ങ ഇതാട്ടോ, ഞാൻ ചിരവ മടിച്ചിട്ടുള്ള പരിപാടി കേട്ടോ. ഇങ്ങനെയാണ് കേട്ടോ എനിക്ക് എളുപ്പം തോന്നുന്നത്. ഇതുപോലെ ഇങ്ങനെ എടുത്തിട്ട് അരക്കുക. മറ്റേത് നമ്മൾ ചിരവി കുറേ ടൈം പിടിക്കണ പോലെ തോന്നുക കേട്ടോ. ഇതാകുമ്പോൾ സിമ്പിളാണ്, എളുപ്പം തന്നെ തേങ്ങ ചിരണ്ടൽ കഴിയട്ടോ. ചിരണ്ടല്ല, തേങ്ങ എന്താ ഇവിടെ പറയുക, തേങ്ങ പൂള് അങ്ങനെ ഒരു പറച്ചിലാട്ടോ. അപ്പോൾ എന്തായാലും തേങ്ങയൊക്കെ ഞാൻ പീസാക്കി എടുത്തിട്ടുണ്ട്. അതൊക്കെ ജാറിലിട്ട് കൊടുത്തു. പിന്നെ കുറച്ച് വലിയ ജീരകമാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. വലിയ ജീരകവും അതുപോലെ ഒരു ഗ്രാമ്പും ഒരു ചെറിയ പീസ് പട്ട. അപ്പോൾ ഗ്രാമ്പ് തിരഞ്ഞിട്ട് കിട്ടണില്ല കേട്ടോ, ഗ്രാമ്പ് കഴിഞ്ഞിരിക്കണം. അപ്പോൾ ഞാനെന്തായാലും കുറച്ച് ഗരം മസാല ഇവിടെ ചേർത്ത് കൊടുക്കാമെന്ന് വെച്ചു കേട്ടോ. ഒരു നുള്ള്, അധികമൊന്നുമില്ല. അതും കൂടി ചേർത്തിട്ടൊന്ന് തേങ്ങയൊക്കെ ഒന്ന് അരച്ചെടുക്കുക. അപ്പോഴത്തേനും നമ്മുടെ കടലൊന്ന് വെന്ത് സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ അതിലേക്ക് ഞാനിതാ അരിഞ്ഞു വെച്ച കിഴങ്ങ്, തക്കാളി, ഉള്ളിയും പച്ചമുളകും എല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ആവശ്യമായ പൊടികളാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. കുറച്ച് മഞ്ഞളും മുളകും മല്ലി കേട്ടോ. പ്രത്യേകിച്ച് വേറെ ഗരം മസാല നമ്മൾ തേങ്ങയിലേക്ക് കുറച്ച് ഇട്ടിട്ടുണ്ടല്ലോ, അത് തന്നെ കേട്ടോ. അപ്പോൾ പൊടികളും എല്ലാം ചേർത്ത് സെറ്റാക്കി എടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ തേങ്ങ ഒന്ന് അരച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഇതാ പാകത്തിനുള്ള കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് സ്നാക്സ് ആയിട്ട് കുറച്ച് സമൂസ ഉണ്ടാക്കണം കേട്ടോ. അപ്പോൾ അതിനായിട്ടുള്ള മസാലയൊക്കെ റെഡിയാക്കണം. അപ്പോൾ ഇതൊക്കെ ഒന്ന് വെന്ത് ക്ലിയർ ആവട്ടെ, സെറ്റായിട്ട്. കറി ആദ്യം ആക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ഒരു ആശ്വാസമാണ് കേട്ടോ. ഫസ്റ്റ് തന്നെ കറി വെക്കാവും നല്ലത്. അതുപോലെ തന്നെ എന്നിട്ട് ലാസ്റ്റ് എന്തെങ്കിലും കടി ഉണ്ടാക്കുക കേട്ടോ. ഞാൻ അങ്ങനെ ചെയ്യാം കേട്ടോ. ഫസ്റ്റ് കറിയൊക്കെ റെഡിയാക്കി വെക്കും. അപ്പോൾ എന്തായാലും ഇതാ തേങ്ങ അവിടെ വെച്ചിട്ടുണ്ട്. ഇനി ഇത് ഞാൻ പറഞ്ഞല്ലോ സമൂസ ഉണ്ടാക്കാനുള്ള മസാല ഉണ്ടാക്കുക കേട്ടോ. അപ്പോൾ അതിലേക്ക് കുറച്ച് ഒരു 3-4 പീസ് ചിക്കൻ പീസ് എടുത്തിട്ടുണ്ട്. അതൊന്ന് ഉപ്പും മഞ്ഞളും ഇട്ടിട്ടൊന്ന് വേവിച്ചെടുക്കണം കേട്ടോ. എന്നിട്ട് വേണം നമുക്കതിങ്ങനെ മിക്സിയുടെ ജാറിലിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അതിലേക്കുള്ള ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, അതുപോലെ ഇതാ ഉള്ളി, കറിവേപ്പിലൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളെ കറി വിസിൽ വന്നതിന് ശേഷം ഞാൻ ഓഫാക്കി വെച്ചതാണ് കേട്ടോ. അപ്പോൾ ഇനി തേങ്ങ അരച്ചൊഴിച്ച് കൊടുക്കണം. അപ്പോൾ തേങ്ങയിലേക്ക് ഞാൻ ഇട്ടത് അറിയാമല്ലോ, വലിയ ജീരകമാണ് കേട്ടോ ചേർത്ത് അരക്കുന്നത്. ഇനിയിപ്പോൾ ഇതാ നമ്മുടെ സമൂസക്കുള്ള ഉള്ളിയും ക്യാരറ്റും അങ്ങനെ സംഭവങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ക്യാരറ്റ് ഇടണമെന്നൊന്നുമില്ല കേട്ടോ, ഞാൻ ഇട്ടു തന്നെ ഉള്ളൂ. അപ്പോൾ ഇഷ്ടമുള്ളവർക്ക് ഇടാം, അത്രേ ഉള്ളൂ. അങ്ങനെ അതാ കറിക്കുള്ള തേങ്ങയൊക്കെ ഒന്ന് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. കറി കുറച്ച് തന്നെ കേട്ടോ വെക്കണുള്ളൂ, ഒരുപാട് വെച്ചിട്ടും പിന്നെ നമ്മൾ നോമ്പിൻ്റെ സമയമാകുമ്പോൾ കറി ബാക്കി വന്നാലും പിറ്റേ ദിവസം നമ്മളത് എടുക്കുമ്പോഴത്തേനും ആകെ ഒരു ടേസ്റ്റൊക്കെ പോയി ഒരു രസമില്ലാത്ത ഇതിലാവും. അതുകൊണ്ട് നമുക്ക് അന്നൊക്കെയുള്ള പാകത്തിനുള്ള കറി മാത്രമേ വെക്കുള്ളൂ കേട്ടോ. അപ്പോൾ എന്തായാലും തേങ്ങയൊക്കെ ഒന്ന് അരച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ അതൊന്ന് തിളച്ച് സെറ്റാവട്ടെ കേട്ടോ. എന്നിട്ട് തൂമിച്ച് കൊടുക്കാം.
അങ്ങനെ ഇതാ തേങ്ങയൊക്കെ ഒന്ന് ഇട്ട് കൊടുത്തതിന് ശേഷം കറി തിളച്ച് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും ഉള്ളിയൊക്കെ ഒന്ന് താളിപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ ഇത്രയും കടലക്കറി തന്നെ കേട്ടോ. ഇതന്നെ ചിലപ്പോൾ ബാക്കിയാവും കേട്ടോ. കടലക്കറി വല്ലാതെ അങ്ങോട്ട് പോവില്ല. ചിക്കനോ ബീഫോ മീൻകറിയോ അതൊക്കെ ആണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ്. ഇവിടെ അങ്ങനെയാണ് കേട്ടോ. കാക്കൂനും മക്കൾക്ക് എപ്പോഴും എന്തെങ്കിലും ഒരെണ്ണം വേണം. അല്ലെങ്കിൽ മീൻ അല്ലെങ്കിൽ ചിക്കൻ കേട്ടോ. ചിക്കനൊക്കെ കൊടുന്നു കഴിഞ്ഞാൽ ഞാൻ ഒന്നിച്ചാണ് വെക്കാറില്ല. കുറേശ്ശെ അങ്ങനെ വെച്ച് കൊടുക്കും. അപ്പോൾ പിന്നെ 2-3 ദിവസമൊക്കെ ഒപ്പിക്കും കേട്ടോ. അപ്പോൾ ഡെയിലി വാങ്ങണ്ടേ, നോമ്പ് കഴിയണ വരെ അതൊക്കെ വേണ്ടല്ലേ. അപ്പോൾ ഇതാ ഇനിയിപ്പോൾ നമുക്ക് സമൂസൻ്റെ ഫില്ലിങ്സ് റെഡിയാക്കി എടുക്കാം കേട്ടോ. അതിലേക്ക് ഞാനിത് അരിഞ്ഞ ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില, ഉള്ളി, ക്യാരറ്റ് എല്ലാം കൂടെ ഒന്നിട്ടിട്ടൊന്ന് വാട്ടിയെടുക്കട്ടെ. പിന്നെ നമ്മൾ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ ചിക്കൻ, അതൊന്ന് മിക്സീൻ്റെ ജാറിലിട്ടിട്ടൊന്ന് കറക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ. കറക്കിയത് കുറച്ച് ഓവറായി പോയോ എന്നൊരു തോന്നൽ കേട്ടോ. അപ്പോൾ നല്ലോണം ചിക്കൻ നല്ലോണം പൊടിഞ്ഞു പോയിട്ടോ. അപ്പോൾ 2-3 കറക്കൽ കറക്കി. ഞാൻ സാധാ 1-2 കറക്കലേ ഉള്ളൂ കേട്ടോ. പക്ഷേ ഇന്ന് എന്താ അറിയില്ല, എന്തോ ഒരു ഓർമ്മയിൽ അങ്ങനെ ഇരുന്ന് പോയിട്ടോ. അപ്പോൾ നമ്മുടെ കറിയും സമൂസൻ്റെ ഫില്ലിങ്സും ഒക്കെ റെഡിയാക്കിയാണ് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതാട്ടോ ദോശമാവ് ഫ്രിഡ്ജിൽ തന്നെയാണ്. ഇനി അതൊക്കെ നമുക്ക് വൈകുന്നേരം ചൂടാൻ സമയത്ത് എടുക്കുള്ളൂ കേട്ടോ. അങ്ങനെ അതൊക്കെ റെഡിയാക്കി കുറച്ച് നേരം ഇരിക്കാൻ വന്നതാണ് കേട്ടോ. അപ്പോൾ അതാ 2 ആൾക്കാർ ഇങ്ങോട്ട് നമ്മളെ ആൾക്ക് വന്നിക്കണം കേട്ടോ. അത് 2 ആളുണ്ടായിരുന്നു കേട്ടോ. ഒരാൾ പോയി, ഒരാൾക്ക് പോകാൻ വഴി അറിയാഞ്ഞിട്ടാണോ എന്നറിയില്ല. പാവം, നല്ല രസമുള്ളൊരു പക്ഷി കേട്ടോ. അങ്ങനെ അതിനെ നോക്കി കുറച്ച് നേരം അവിടെ ഇരുന്ന് അതതിൻ്റെ പാട്ടിന് പോവുകയും ചെയ്തു. ഞാനിത് അടുക്കളയിലേക്ക് തന്നെ വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇനിയിപ്പോൾ നമുക്ക് സമൂസ ഒന്ന് പൊരിച്ചെടുക്കാം. അപ്പോൾ സമൂസ ഇതാ ചിറ്റി നല്ല ചൂടാറിയിട്ടുണ്ട് കേട്ടോ. സമൂസ അല്ല, സോറി, നമ്മുടെ മസാല കേട്ടോ. ചൂടാറിയതിന് ശേഷം ഞാനിതാട്ടോ എല്ലാം ഒന്ന് റെഡിയാക്കി എടുക്കുകയാണ്. സമൂസ ഷീറ്റ് മടക്കാൻ ഈസിയാണ് കേട്ടോ. ചിലവർക്കൊക്കെ അതൊരു ബുദ്ധിമുട്ട് പോലെ തോന്നുന്നതാണ് കേട്ടോ. ചിലർ മടക്കി എടുക്കുന്ന സമയത്ത് വാലും കൊമ്പും ഒക്കെ ഉണ്ടാവില്ലേ. അപ്പോൾ ആ മടക്കണ ഒരു കറക്റ്റ് ലെവലിൽ മടക്കുകയാണെങ്കിൽ ഇതുണ്ടാവും, ഇതുപോലെ അങ്ങോട്ട് കിട്ടും കേട്ടോ. അപ്പോൾ എല്ലാവരും അതൊന്ന് ശ്രദ്ധിച്ച് മടക്കുക, നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. അങ്ങനെ ഇതാ നമ്മുടെ സമൂസ എല്ലാം ഫില്ലിങ് വെച്ച് മടക്കി റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒന്ന് പൊരിച്ചെടുക്കുകയേ വേണ്ടുള്ളൂ കേട്ടോ. ഞാൻ ഈ ഒരു പാനിലാണ് പൊരിച്ചെടുക്കുന്നത്. ഇതിലാകുമ്പോൾ ഒരു 2 ട്രിപ്പിൽ പൊരിച്ചെടുക്കാം കേട്ടോ. ചീനച്ചട്ടി നമ്മൾ കൊണ്ടുള്ള പാത്രം ചെറുത് വെക്കുമ്പോൾ അതിൽ 1-2 ഒക്കെ അല്ലേ പറ്റുള്ളൂ. ഇതുപോലെ പാനിലാണെങ്കിൽ എണ്ണയും കുറച്ച് കുറവാക്കാം കേട്ടോ. അങ്ങനെ ഇതാ ഒരു വട്ടം ഒരു 5 ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതാട്ടോ ഒരു 5 കൂടെ. അപ്പോൾ മൊത്തം 10 കേട്ടോ. അപ്പോൾ ഞങ്ങൾ കുറേശ്ശെ ഉണ്ടാക്കുള്ളൂ കേട്ടോ. ഇവിടെ എണ്ണക്കടി ആയാലും എന്തായാലും അധികം ഒന്നും വേണമെന്നില്ല. അപ്പോൾ ഇതാ ഞാൻ ദോശമാവൊക്കെ ഒന്ന് ഫ്രിഡ്ജിൽ നിന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പം ബാങ്ക് കൊടുത്ത് നോമ്പ് തുറക്കലും ഒക്കെ കഴിഞ്ഞിട്ടേ കഴിക്കുള്ളൂ കേട്ടോ. നോമ്പ് തുറക്കുന്ന സമയത്ത് നമ്മൾ സ്നാക്സും വെള്ളവും ജ്യൂസൊക്കെ കഴിക്കുമല്ലോ. അങ്ങനെ ഇതാ നോമ്പ് ബാങ്ക് കൊടുക്കാനായിട്ടുണ്ട്. അപ്പോഴേക്കും ഞാൻ കുറച്ച് വത്തക്ക ഉണ്ടല്ലോ, വത്തക്ക കുറച്ച് കസ്കസും പാലും ഒക്കെ ഇട്ടിട്ട് മുഹബത്തിക്ക സർബത്ത് പറയും കേട്ടോ അതിന്. അതൊക്കെ കഴിഞ്ഞ പ്രാവശ്യം ട്രെൻഡ് ഇറങ്ങിയ ഒരു ഇതാണ് കേട്ടോ. അപ്പോൾ അതാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ അതും റെഡി ആയിട്ടുണ്ട്. പിന്നെ കട്ട് ഫ്രൂട്ട്സ് ആയിട്ട് കഴിക്കാൻ കുറച്ച് ചിക്കും കുറച്ച് പൈനാപ്പിളും പിന്നെ ഈത്തപ്പഴം കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ ഇന്നത്തെ നോമ്പ് തുറ വിഭവം ഇതൊക്കെയാണ് കേട്ടോ. സമൂസയും പിന്നെ വത്തക്ക ജ്യൂസും ഫ്രൂട്ട്സ് ആയിട്ടുള്ളത് ഐറ്റംസ് ഇതുമാണ് കേട്ടോ. അങ്ങനെ എല്ലാവരും നോമ്പ് തുറന്ന് നിസ്കാരത്തിന് പള്ളിയിലേക്കൊക്കെ പോയി. അവർ പിന്നെ ഒരു 9:30-10 മണിയൊക്കെ ആകുമ്പോൾ സമയത്താണ് കേട്ടോ വന്നത്. അങ്ങനെ ഞാൻ ചോറിനുള്ള വെള്ളമല്ല അരിയൊക്കെ ഇട്ട് കുക്കറിൽ സെറ്റാക്കി കറണ്ട് അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇനി അവർക്കുള്ള ദോശ ചുട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ചൂട് കൊടുക്കാൻ ദോശയൊക്കെ ആകുമ്പോൾ നമ്മൾ ചൂട് കൊടുക്കാൻ കഴിക്കണം, അല്ലെങ്കിൽ ഒരു ടേസ്റ്റ് കിട്ടില്ല കേട്ടോ. ആറിക്കഴിഞ്ഞാൽ ഇഷ്ടമല്ല, ഇവിടെ ആർക്കും അങ്ങനെ ഇഷ്ടപ്പെടില്ല കേട്ടോ ചൂടാറിക്കഴിഞ്ഞാൽ. അപ്പോൾ ഞാനെന്തായാലും എല്ലാം കൂടി ഒരുമിച്ച് ചെയ്യുകയാണ് കേട്ടോ. ചോറും ഇനിയിപ്പോൾ കറി ഉണ്ടാക്കണം, കുറച്ച് ചിക്കൻ ഉണ്ട് കേട്ടോ. അതുകൊണ്ട് നമുക്ക് സുബഹിക്ക് അത്താഴത്തിന് എന്തെങ്കിലും ഉണ്ടാക്കണ്ടേ. അപ്പോൾ ഇത് മക്കൾക്ക് ആദ്യം കഴിക്കാനുള്ളതൊക്കെ ഒന്ന് റെഡിയാക്കി അവരൊരു ഭാഗത്ത് സെറ്റാക്കി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നമ്മളെ പണികളങ്ങനെ ചെയ്യാം. കിടക്കുമ്പോഴും പണി തന്നെ കേട്ടോ. 12 മണി വരെ നമുക്ക് അടുക്കളയിൽ തന്നെ. നോമ്പായാലും എല്ലാവരും പറയും പണി കുറവാണെന്ന്, പക്ഷേ പണി കൂടുതലാണ് കേട്ടോ. നോമ്പായി കഴിഞ്ഞാൽ പണി ഒട്ടും കുറവില്ല, ഡബിൾ പണിയാണ് വൈകുന്നേരം ആയാലും കേട്ടോ. അപ്പോൾ അങ്ങനെ ചായയുടെയൊക്കെ കഴിഞ്ഞ് ഇതാട്ടോ. ഇനി അത്താഴത്തിനുള്ള കുറച്ച് ചിക്കൻ എടുത്തിട്ട് ഇങ്ങനെ നമ്മൾ വെള്ളമൊന്നുമില്ലാതെ വരട്ടി പൊരിച്ച പോലെ ആക്കിയിട്ട് അങ്ങനെ വെറുതെ ഉള്ളി മാത്രം ഇട്ടിട്ട് ചെയ്താണ് കേട്ടോ. കുരുമുളകും പൊടിയും പിന്നെ ഇത് നമ്മുടെ സ്വന്തം താളിപ്പ്, മലപ്പുറംകാരുടെ സ്വന്തം താളിപ്പ്, ചിരങ്ങ താളിപ്പ് കേട്ടോ. പിന്നെ ചോറും റെഡി ആയിട്ടുണ്ട്.
അപ്പോൾ എല്ലാവരും വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ചോറ് കഴിക്കില്ല, ഇനി എല്ലാവരും അത്താഴത്തിന് എണീക്കുമ്പോഴാട്ടോ കഴിക്കുക. അങ്ങനെ എല്ലാവരും ചായ കുടിയൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഇത് നമ്മളെ സ്പെഷ്യലാണ് കേട്ടോ. എനിക്ക് എന്താ അറിയില്ല, ദോശ കഴിക്കാനൊരു മൂഡ് തോന്നിയില്ല കേട്ടോ, ഒരു ഇഷ്ടം തോന്നില്ല, ചോറ് കഴിക്കാനാണ് ഇഷ്ടം. അപ്പോൾ ഒരു മുട്ടയും കുറച്ച് മുരിങ്ങയും ഒക്കെ എടുത്തിട്ട് ഒരു മുരിങ്ങയും മുട്ടയും കൂടെ ഒരു ഉപ്പേരി ഉണ്ടാക്കി, പിന്നെ കുറച്ച് അച്ചാറും കേട്ടോ. അങ്ങനെ മോന് ഞാൻ ചോറ് കഴിക്കണം കണ്ടിട്ട് അവനും ചോറ് വേണമെന്നായിട്ടു. അങ്ങനെ മോന് ചോറും ചിക്കനൊക്കെ എടുത്തിട്ട് കഴിക്കുകയാണ്. വേണ്ടിയിട്ടല്ല കേട്ടോ. അപ്പോൾ അത് ചിലപ്പോൾ അങ്ങനെ അവിടെ ഇരുന്ന് കഴിച്ച് ബാക്കിയിട്ട് പോകും. അപ്പോൾ ഞാനും ഓനിങ്ങനെ ചീത്ത പറയാണ് കേട്ടോ, ഓരോന്ന് പറയാണ്. പക്ഷെ ഓന് എന്ത് പറഞ്ഞിട്ട് കാര്യമില്ല, ഓനിങ്ങനെ ചിരിക്കുക കേട്ടോ, എപ്പോഴും ചിരിച്ചുകൊണ്ടാണ് ആൾ. അപ്പോൾ ഞാനും മോനും കൂടി നല്ല കഥയൊക്കെ പറഞ്ഞ് ചിരിച്ച് കളിച്ചിരുന്ന് ഫുഡൊക്കെ കഴിക്കട്ടെ കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ നോമ്പും വിശേഷങ്ങളും ഒക്കെ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണം. ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്കൊക്കെ ചെയ്യുക, സബും ചെയ്യുക കേട്ടോ. പുതുതായിട്ട് കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ മറക്കരുത്. അപ്പോൾ നമുക്ക് വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ഓക്കെ ബൈ, അസ്സലാമു അലൈക്കും.